അതെ, നമുക്കൊന്ന് ഗുരുവായൂർ അമ്പലനടയിൽ പോയി വന്നാലോ. ഞങ്ങൾ പോയത് വൃശ്ചിക മാസത്തിലായതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. എന്നോട് ഒരുപാട് പേര് ഗുരുവായൂർ താമസിച്ച് തൊഴാൻ പറ്റിയ റെക്കമെൻഡേഷൻസ് ചോദിക്കാറുണ്ട്. അതിലൊരു വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷനാണ് ഇത് കേട്ടോ. ഞാനും അമ്മയും മോളും കൂടിയിട്ടാണ് പോയത് ഗുരുവായൂർക്ക്. ഞങ്ങൾ താമസിച്ചത് ലൈലാക്ക് ഹോട്ടൽസ് എന്ന് പറഞ്ഞ് ഈസ്റ്റ് നടയിലുള്ള ഹോട്ടലാണ്. അമ്പലത്തിൻ്റെ ഭയങ്കര അടുത്താണ്, ജസ്റ്റ് വോക്കബിളാണ്. എൻ്റെ വീട് തൃശ്ശൂരായതുകൊണ്ട് ഞങ്ങൾ സാധാരണ ഗുരുവായൂർ പോയി വരിക ചെയ്യാറ്, അങ്ങനെ താമസിച്ചിട്ട് തൊഴാറില്ല. അപ്പോൾ ഈ വട്ടം നമുക്ക് താമസിച്ച് തൊഴാമെന്ന് അമ്മയ്ക്ക് ഒരാഗ്രഹം. ഹോട്ടൽ റിസപ്ഷനൊക്കെ നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിരുന്നു, അത്യാവശ്യം നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ റൂംസൊക്കെ ഞാൻ വിചാരിച്ചേക്കാളൊക്കെ ഒരുപാട് വലുതായിരുന്നു. സത്യം പറഞ്ഞാൽ ഗുരുവായൂരായതുകൊണ്ട് ഇത്രയ്ക്ക് വലിയ റൂംസും അങ്ങനെ ഫെസിലിറ്റീസൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സോ ദേ സർപാസ് മൈ എക്സ്പെക്ടേഷൻ സത്യം പറഞ്ഞാൽ. ഹോട്ടൽ അമ്പലത്തിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ നമ്മൾ സന്ധ്യയായപ്പോൾ വീണ്ടും ഒന്ന് അമ്പലത്തിലൊക്കെ പോയി. പുറത്തുനിന്നൊക്കെ തൊഴുതുകൾ ഭയങ്കര തിരക്കായിരുന്നു. അത് കഴിഞ്ഞ് നടയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കുറേ പർച്ചേസ് ചെയ്ത് കൾച്ചർ പ്രോഗ്രാംസൊക്കെ കണ്ട് ആടി പാടിയിട്ടാണ് തിരിച്ച് ഹോട്ടലിൽ പോയത്. പിന്നെ പിറ്റേ ദിവസം നമ്മൾ വീണ്ടും ഇറങ്ങിയിട്ട് തൊഴാനായിട്ട്. തൊഴുതു വന്നു കഴിഞ്ഞപ്പോഴേക്കും നല്ല വിശപ്പ്. അപ്പോൾ അത് റെസ്റ്റോറൻറ്റ് നോക്കിയപ്പോൾ നല്ല അടിപൊളി ബൊഫെ, ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഗുരുവായൂർ ഞാൻ ഒരിക്കലും ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ബൊഫെ ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ മോള് ഭയങ്കര ഹാപ്പി, ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പി. പിന്നെ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയർ ബൈ ഉള്ള ഗുരുവായൂർ ആനക്കോട്ടയും അതുപോലെ ചാവക്കാട് ബീച്ചൊക്കെ കറങ്ങാവുന്നതാണ്. ഞങ്ങളിത് പലവട്ടം കണ്ടിട്ടുള്ളതുകൊണ്ട് അങ്ങോട്ടൊന്നും പോയില്ല. ഹോട്ടലിൽ വന്ന് വീണ്ടും കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിട്ട് വീട്ടിലേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തു. അപ്പോൾ സ്ഥലം മറക്കണ്ട, ലൈലാക്ക് ഹോട്ടൽസ് ഗുരുവായൂർ. ബൈ.